IBS ഒരാളുടെ ജീവനെ ബാധിക്കുന്ന അസുഖമല്ല, പക്ഷെ അയാളുടെ ജീവിതത്തെ ബാധിക്കുന്ന അസുഖമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? കാരണം IBS വന്ന് ഇതുവരെ ആരും മരിച്ചു പോയിട്ടില്ല. പക്ഷെ IBS കൊണ്ട് തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പലരും മരിച്ച അവസ്ഥയിലേക്ക് വരികയാണ്. എന്ന് വെച്ചാൽ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ കുറഞ്ഞു വരുന്നു. അവരുടെ ജോലിയിൽ അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഇഷ്ടമുള്ള സ്ഥലത്ത് പോകാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചാൽ മതി എന്നുള്ള ചിന്തയും അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പലരും പോകുന്നത് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന പലർക്കും തോന്നിയേക്കാം IBS കേവലം ഒരു ദഹന പ്രശ്നമല്ല, ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ ഇത് ഉണ്ടാക്കുമോ? അത് അനുഭവിച്ചവർക്കാണ് ഇതിന്റെ വേദനയും തീവ്രതയും അറിയുകയുള്ളൂ. കാരണം ഫ്രീക്വന്റ് ആയിട്ട് കുടലിന്റെ ചലനം വളരെ കൂടുതലായതുകൊണ്ടോ അല്ലെങ്കിൽ വളരെ മന്ദഗതിയിൽ ഇത് ചലിക്കുന്നത് കൊണ്ടോ ഒന്നല്ലെങ്കിൽ മലബന്ധം അല്ലെങ്കിൽ കൂടെ വയറ്റിൽ നിന്ന് പോകുന്ന അവസ്ഥ വരാം. നമുക്കറിയാം, നമുക്ക് ഒരു ദിവസം കൃത്യമായിട്ട് നമ്മുടെ വയറ്റിൽ നിന്ന് പോയില്ലെങ്കിൽ നമ്മൾ എത്രത്തോളം മെന്റലി ഇറിറ്റബിൾ ആകുന്നു, നമുക്ക് ഫിസിക്കലി ഉണ്ടാകുന്ന സ്ട്രെസ് ഒക്കെ നമുക്കറിയാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് തന്നെ എല്ലാ ദിവസവും വരുന്ന ഒരു രോഗിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അത് മാത്രമല്ല, കാലങ്ങളായിട്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നീണ്ടു നിൽക്കുമ്പോൾ മറ്റ് രോഗപ്രശ്നങ്ങളിലേക്ക്, പ്രത്യേകിച്ച് താരൻ, മുടികൊഴിച്ചിൽ, കോൺഫിഡൻസ് കുറഞ്ഞു വരിക, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ ഇത് നയിക്കുന്നത് പൊതുവേ കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ IBS എന്ന് പറയുന്ന രോഗം അനുഭവിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അറിയുക, നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാനായിട്ട് പറ്റും. പക്ഷെ അതിന് ചെയ്യേണ്ടത് കൃത്യമായി നിങ്ങളുടെ സ്ട്രെസ് മാനേജ് ചെയ്യണം. കാരണം നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ പല ട്രീറ്റ്മെന്റ് എടുത്തും പല കാര്യങ്ങൾ ചെയ്ത് നോക്കി, എന്നിട്ട് ഇത് മാറാതെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സ്ട്രെസ് ഉണ്ടാകാം. അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്ലീപ്പ്, ഉറക്കം കൃത്യമായി നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും, അത് മാത്രമല്ല നമ്മുടെ കുടലിൽ നല്ല ബാക്ടീരിയ ഉണ്ടാകാനുള്ള കൃത്യമായ ഡയറ്റിൽ വരുത്തേണ്ട ചേഞ്ചസും, അതുകൂടാതെ കുടലിന്റെ ചലനത്തെ പ്രോപ്പർ ആക്കുന്ന ചില മെഡിസിൻസും എടുത്താൽ നമുക്ക് ഇങ്ങനെയുള്ള രോഗങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ.